ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 സ്പെഷ്യൽ ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡെസേർട്ടാണ് ഫാലൂദ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പിങ്ക് ഫാലൂദയുടെ റെസിപ്പിയും അതുപോലെ മാംഗോ ഫാലൂദയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ നോമ്പ് കാലത്തും അതുപോലെ ഈ ചൂടത്തൊക്കെ കുടിക്കാനും കഴിക്കാനും വിശപ്പും ദാഹമൊക്കെ അകറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് അല്ലെങ്കിൽ നല്ലൊരു ഡെസേർട്ടാണ് നമ്മുടെ ഫാലൂദ. അപ്പം അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡയുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാങ്ങ, പോംഗ്രനേറ്റ്, ആപ്പിൾ, അതുപോലെ 2 തരം മുന്തിരി, പൈനാപ്പിൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആപ്പിൾ, മുന്തിരി ഇതൊക്കെ നിർബന്ധമായിട്ടും മാക്സിമം ചേർക്കാൻ നോക്കുക. അല്ലെങ്കിൽ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മുന്തിരി ഞാൻ 2 കളർ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാലൂദയിലോട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ പൈനാപ്പിൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ അതുപോലെ മുന്തിരി ഇതൊക്കെ എടുക്കുമ്പം ഭയങ്കര പുളിയുള്ളത് എടുക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലായിട്ടുള്ള അധികം പുളിയില്ലാത്ത കുഴപ്പമില്ലാത്ത മധുരമുള്ളതൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ പോംഗ്രനേറ്റ് അതുപോലെ തന്നെയാണ്, സെയിം പുളി കൂടുതലാവാണ്ട് നോക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുക. വേണമെങ്കിൽ ഒന്ന് തണുപ്പിച്ചെടുക്കുക, കാരണം നല്ല ചൂടാണ് പുറത്ത്. നോമ്പ് സമയത്തൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ നല്ല തണുപ്പുള്ളൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ആശ്വാസമാകും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫലൂദ സേവ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വേമിസെല്ലി, അതായത് സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും മെലിഞ്ഞ സേമിയ എടുക്കാണ്ടിരിക്കാൻ നോക്കാം കേട്ടോ. കാരണം അത് വെച്ചിട്ടുണ്ടാക്കിയാൽ എങ്ങനെയായാലും ശരിയാവില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ കുറച്ചൊരു കട്ടിയുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. എന്നാലേ ഫലൂദ സേവിന് പകരം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മെലിഞ്ഞ സേമിയ ആകുമ്പോൾ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അധികം കുക്കാവും ചെയ്യരുത്. വല്ലാണ്ട് കുഴഞ്ഞ് മറിഞ്ഞാൽ നമുക്ക് ഇത് ഫലൂദ കഴിക്കുമ്പം നന്നാവില്ല. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം തിളച്ച വെള്ളത്തിലോട്ട് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക, പക്ഷേ വല്ലാണ്ട് വെന്ത് കുഴയണ്ട കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ആ കൊഴുപ്പുണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണം. ആ വെള്ളം ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് ഫലൂദ ഉണ്ടാക്കുമ്പം വേണ്ടത് ഫലൂദ സേവ് ആണ്. പക്ഷെ ഞാനിവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സിൽ അന്വേഷിച്ചു, അവിടെ ഒന്നും കിട്ടുന്നില്ല സംഭവം. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ട് കിട്ടാണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സിനും ബുദ്ധിമുട്ടാവും അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേമിയ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, ടേസ്റ്റിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല. സേമിയ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഫ്രൂട്ട്സ് റെഡിയാക്കി, ഇതുപോലെ സേമിയ നമ്മൾ റെഡിയാക്കി, സേമിയ റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കസ്കസ് ആട്ടോ. അതും കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് വീർത്ത് പൊങ്ങി വരും കേട്ടോ, സെറ്റായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഫാലൂദ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ കുറച്ച് നട്ട്സ് വേണം. നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നട്ട്സ് ഉണ്ടാകുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവും ഫാലൂദയ്ക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ബദാം, പിസ്ത, പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഡെക്കറേഷനായിട്ടും കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ അതും സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 2 വെറൈറ്റി ഫലൂദ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിലോട്ടും കൂടി നമുക്കൊരു പാലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാനുണ്ട്. ഞാനിപ്പം 1 കപ്പ് തണുത്ത പാലും എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പാകത്തിനുള്ള ഒരു മധുരം ആവണം. ആ ഒരു മിക്സാണ് ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മാംഗോ ഫലൂദ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിലോട്ട് നമുക്ക് മാമ്പഴവും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്താണ് ഇപ്പോൾ ഇത്. അതും വേണം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫലൂദ റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പിങ്ക് ഫലൂദയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തത്, പിന്നെ മുന്തിരി 2 കളർ മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പൈനാപ്പിൾ, ഇത്രയും ഫ്രൂട്ട്സേ എടുത്തിട്ടുള്ളൂ നമ്മുടെ പിങ്ക് ഫലൂദയിലോട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മാംഗോ ഫലൂദ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളത് അതിലോട്ട് ചേർക്കാച്ചിട്ട്. അപ്പം ഈ ഫ്രൂട്ട്സിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കളറൊന്നും മാറണ്ടെന്ന് വിചാരിച്ചിട്ട്. ആപ്പിളൊക്കെ പെട്ടെന്ന് കളർ മാറും. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ, കുഴച്ച് വെക്കുകയാണെങ്കിൽ വല്ലാണ്ട് കളർ മാറില്ല.
ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിൽ ഒരു നീളമുള്ള ഗ്ലാസ്സിന് എടുക്കുക, അതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇത് റോസ് മിൽക്കിൻ്റെ എസെൻസ് ആണ്, ടൈഗർ ബ്രാൻഡിൻ്റെയാണ്. അപ്പം ആ ഒരു എസെൻസ് ആദ്യം ആ ഒരു ഗ്ലാസിൻ്റെ നീളമുള്ള ഗ്ലാസിൻ്റെ താഴെ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ വീട്ടിൽ ഫലൂദ സേവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേമിയയ്ക്ക് പകരം ഫലൂദ സേവ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ കസ്കസ് സോക്ക് ചെയ്തതും പിന്നെ ഫ്രൂട്ട്സും അങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഈ നമ്മൾ നേരത്തെ പാലും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തതുണ്ടല്ലോ അത് നേരെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പിങ്ക് ഫലൂദ എണ്ണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാൻ കുറച്ചത് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ റോസ് മിൽക്കിൻ്റെ എസൻസ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം അടുത്തതായിട്ട് ആ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ലെയറും കൂടി ഞാൻ നമ്മുടെ സേമിയ വേവിച്ചതും പിന്നെ കസ്കസ് സോക്ക് ചെയ്തതും പിന്നെ ഫ്രൂട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഒരു സ്പേസ് ബാക്കി വെച്ചിട്ട് അതിലോട്ട് നമുക്കൊരു സ്കൂപ്പ് ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്, അതും കൂടി വെച്ച് കൊടുക്കുക. അപ്പം ഈ ഒരു ഡെസേർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കഴിക്കാനുണ്ടാവും, കുറേ നമ്മുടെ ദാഹവും വിശപ്പൊക്കെ അകറ്റുന്ന ഈ ചൂട് കാലത്ത് പറ്റിയ നല്ലൊരു ഡ്രിങ്ക് അല്ലെങ്കിൽ നല്ലൊരു ഡെസേർട്ടാണ് നമ്മുടെ ഫാലൂദ. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡെസേർട്ടായിരിക്കും, പുറത്ത് പോയി കഴിക്കാനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമുള്ളൊരു ഡെസേർട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എന്താ പറയുക, ഈ റോസ് മിൽക്ക് ഇതൊക്കെ ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചേർക്കാണ്ടിരിക്കുക. കാണാനുള്ളൊരു ഭംഗി മാത്രമാണ്, മാക്സിമം കളർ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഐസ്ക്രീമിന് മുകളിൽ കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ചെറിയും ഒക്കെ കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിങ്ക് ഫലൂദ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ സെയിം ലുക്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫലൂദ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നോമ്പ് സമയത്ത് ഇങ്ങനെ കളർ ആഡ് ചെയ്യാണ്ട് നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് മാംഗോ ഫലൂദ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ബാക്കിയുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് മാമ്പഴം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പോംഗ്രനേറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പിങ്ക് ഫലൂദയിലോട്ട് ഇത് ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും. അപ്പോൾ ഞാൻ രണ്ടൊന്ന് കുറച്ചൊരു ചേഞ്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നീളമുള്ളൊരു ഗ്ലാസ് എടുക്കാം. ഏറ്റവും താഴത്തെ ലെയറിൽ ഞാനിപ്പം മാംഗോ എസൻസ് ഉണ്ട്, പക്ഷേ അതിന് പകരം ഞാനിപ്പം നമ്മൾ മാംഗോ പേസ്റ്റ് ആക്കിയല്ലോ പഞ്ചസാര ചേർത്തിട്ട് അതാണ് ചേർക്കുന്നത്. പിന്നെ ഇതാ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ മൊത്തം നമ്മളിതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. ആ ഒരു ഫലൂദ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റത്തെ ലെയറായിട്ട് കൊടുക്കുന്നത് സേമിയ വേവിച്ചത്, പിന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ്, അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തുള്ള മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് മാംഗോ എസൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഡ്രിങ്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫലൂദ സേവ് അല്ലെങ്കിൽ സേമിയ വേവിച്ചത് വെച്ച് കൊടുക്കുക. പിന്നെ ഫ്രൂട്ട്സ്, നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇപ്പം നമ്മുടെ ഗ്ലാസ് അത്യാവശ്യം ഹൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ നേരെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീം ഒരു സ്കൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഒരു കളർ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ മാംഗോ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ഫലൂദയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം എസൻസ് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നില്ല, കാരണം ഫ്രഷ് ആയിട്ടുള്ള സംഭവം വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ എസൻസ് ഒഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഒരു മാംഗോൻ്റെ കഷ്ണം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഫലൂദയും റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മാങ്ങയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും, കാരണം നമ്മൾ മാമ്പഴം പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തല്ലോ ഓരോ ലെയറിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ മറ്റേത് റോസ് സിറപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ് കുടിക്കാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ നമ്മുടെ മാംഗോ ഫലൂദ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ മറ്റേത് നമ്മുടെ പിങ്ക് ഫലൂദ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അത് ഹൈറ്റൊക്കെ കുറഞ്ഞ് മെൽട്ടായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഹൈറ്റൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല വെയിലാണ് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പിങ്ക് ഫലൂദയും മാംഗോ ഫലൂദയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.